നമസ്കാരം. TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, കേരളത്തിൽ പെട്ടെന്നുണ്ടായ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. തൃശ്ശൂർ പട്ടണത്തിലും പരിസര പ്രദേശത്തും മാത്രം നടക്കുന്ന അന്നദാനത്തെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. സർവസമ്പന്ന പ്രതാപിയായി വിരാജിക്കുന്ന തൃശ്ശൂരിൻ്റെ ഗതികേട് ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ഗതികേട് എത്രത്തോളം ഉണ്ടാവും? ഈ കഴിഞ്ഞ 2025 നവംബറിൽ TCV ചാനലിൽ കേട്ട ഒരു വാർത്ത ഇവിടെ പങ്കുവയ്ക്കാം. ഒരു പഞ്ചായത്തിലെ പ്രതിപക്ഷം പറയുന്നു, ഈ പഞ്ചായത്തിലെ ഭരണസമിതി 5 കൊല്ലമായിട്ടും ഇവിടെ ഒരു പുരോഗതിയും വരുത്തിയിട്ടില്ല എന്ന്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രതികരണം ഇങ്ങനെ: ആര് പറഞ്ഞു ഞങ്ങൾ പുരോഗതി വരുത്തിയിട്ടില്ല എന്ന്? ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഭരണം തുടങ്ങുമ്പോൾ ഇവിടെ 2200 പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നുള്ളൂ. ഞങ്ങളത് 5700 ആക്കി ഉയർത്തിയെന്ന്. എന്താണ് ഇതിനർത്ഥം? 5 കൊല്ലം കൊണ്ട് 3500ഓളം ദരിദ്രന്മാർ സൃഷ്ടിച്ചെടുത്തെന്നല്ലേ? ചിന്തിക്കാനൊന്നുമില്ല. കേരളത്തിൽ ദരിദ്രന്മാരുടെ എണ്ണം ക്രമാതീതം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരുവോരങ്ങളിലെ അന്നദാനങ്ങളിൽ ആളുകൾ പെരുകുന്നത്. വല്ല നിവർത്തിയും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു പിടി ചോറിനു വേണ്ടി ഇങ്ങനെ കൈനീട്ടി നിൽക്കുമോ? ഇതാണോ ദരിദ്രമുക്ത കേരളം? നാടായ നാട് മുഴുവൻ അലഞ്ഞു നടന്ന് ധർമ്മം വാങ്ങിയ പൊതിച്ചോറ് കൊടുത്തിട്ടാണോ ഒരു സംസ്ഥാനത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്? പണിയെടുത്ത് കുടുംബം പോറ്റുന്നതും ഭിക്ഷയെടുത്ത് കുടുംബം പോറ്റുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെന്നുണ്ടോ? ഇത് തുപ്പലുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന മണ്ടൻ രീതിയല്ലേ? എന്നിട്ട് അഹങ്കാരത്തോട് പറയുന്നു ദരിദ്രമുക്ത കേരളമെന്ന്. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ദൈവം പോലും ലജ്ജിക്കുന്നുണ്ടാവും. കേരള ജനമേ, മലയാള മണ്ണിൻ്റെ മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളം വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ആദ്യം നേടിയ നേട്ടം ദാരിദ്ര്യമാണ്. ഇതുപോലുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് എവിടെയാണ് പിഴച്ചത്? സ്ഥാനാരോഹണങ്ങളിൽ മതിമറന്ന് ബുദ്ധിഭ്രമം പിടിപെട്ടോ? കേരളം അടിപതറുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊതിച്ചോറിന് തുടക്കമിട്ടത്? ഒരു കാര്യം മനസ്സിലാക്കണം, നഖം കൊണ്ടുണ്ടാൽ വിശപ്പ് മാറില്ല, അതിനെ കൈകൊണ്ട് വാരി തന്നെ തിന്നണം. കേരളം ഇപ്പോഴത്തെ നില ഇതുപോലെ തന്നെ തുടർന്നാൽ അധികം വൈകാതെ കേരളം തകർന്ന് തരിപ്പണമാവും. കാരണം ഓരോ മാസവും 15,000 കോടി രൂപയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ബാക്കി വിശദീകരണവുമായി TMT മീഡിയ നാളെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. തോമസ് തരകൻ മറ്റം.